ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റാണ് ഞാൻ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യണേ. അപ്പോൾ ഒരു കേക്കിൻ്റെ ബോക്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു സെൻറ്റർ പോർഷനിലായിട്ട് ഞാൻ ഗ്രീൻ കളർ പെയിൻറ്റാണ് കൊടുക്കുന്നത്. സെൻറ്റർ പോർഷൻ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ, കാരണം എൻ്റെ കയ്യിൽ അത്രേ പെയിൻറ്റ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫുള്ളായിട്ടും പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് ഉണങ്ങാൻ വേണ്ടി വെച്ചു. അപ്പോഴത്തേനും നമ്മളൊരു പഴയൊരു കലണ്ടറും അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റിൻ്റെ തണ്ടിന് വേണ്ടിയിട്ട് ഗ്രീൻ കളർ ഇതുപോലുള്ള പേപ്പറും കൂടെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തണ്ടിന് വേണ്ടിയിട്ടുള്ളത് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ട് ഈ ഒരു പീസുകൾ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ചുറ്റി നന്നായിട്ട് ഒന്ന് പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല നീളം കുറവ് മതി, ഒരുപാട് നീളം വേണ്ട. അപ്പോൾ 5-6 എണ്ണമൊക്കെ ചുറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു 10-12 എണ്ണം കിട്ടും. അങ്ങനെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ഈ ഒരു ഇത്രയുമാണ് ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് കലണ്ടറിൻ്റെ ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ആ പീസിനെയും ഒന്ന് നല്ലപോലെ ചുറ്റി നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ അതും ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ മെയിനായിട്ടുള്ള സ്റ്റെമ്മാണ്, നമ്മുടെ ഡെക്കർ ഐറ്റത്തിൻ്റെ മെയിനായിട്ടുള്ള സ്റ്റെമ്മാണ്. അപ്പോൾ ഇതും കൂടി ഒന്ന് റെഡിയാക്കി എടുത്തു. ഇനിയിപ്പോൾ നമുക്ക് പെയിൻറ്റൊക്കെ ഉണങ്ങിയോ എന്ന് നോക്കാം കേട്ടോ നമ്മുടെ. അപ്പോൾ പെയിൻറ്റൊക്കെ നല്ലപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വൈറ്റ് പെയിൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പെയിൻറ്റ് വെച്ചിട്ട് ഈ നമ്മുടെ പെയിൻറ്റ് ബ്രഷിൻ്റെ ബാക്ക് സൈഡും കൊണ്ട് ഒന്ന് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണമെന്നില്ല, ചെറിയതും വലുതും ഒക്കെ ആയിട്ടുള്ള ഡോട്ടുകളാണ് ഇട്ട് കൊടുക്കണേ. അങ്ങനെ ഡോട്ടെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് ഉണങ്ങാൻ വേണ്ടി വെച്ചു. അപ്പോൾ അത് ഉണങ്ങി കിട്ടിയതിന് ശേഷം നമുക്കിതിൽ നിന്ന് ലീഫ് കട്ട് ചെയ്തെടുക്കാം. ചെറുതും വലുതുമായിട്ടുള്ള പല വലിപ്പത്തിലുള്ള ലീഫാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെയാണ് നമ്മൾ ലീഫ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഞാനിങ്ങനെ സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടിയ ലെങ്ത് അനുസരിച്ച് ഇലയൊക്കെ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഇലയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ പ്രതീക്ഷിച്ചേക്കാട്ടി കൂടുതൽ ഇല കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഒരു പീസിൽ നിന്ന് തന്നെ. ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയ സ്റ്റെമ്മിലേക്ക് നമ്മുടെ ലീഫ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. നല്ലതുപോലെ ഒന്ന് വളച്ചു കൊടുക്കണം നമ്മുടെ ലീഫ്, എന്നാൽ മാത്രമേ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ ഇത് സെറ്റ് ചെയ്യുമ്പം. അപ്പോൾ ഇതുപോലെ ഒന്ന് വളച്ചിട്ട് നമ്മളിതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ഒട്ടിച്ചെടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് എല്ലാതും ഒന്ന് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ എല്ലാം ഒട്ടിച്ച് ഒന്ന് ഉണങ്ങാനായിട്ടൊക്കെ വെച്ചു. അതിനുശേഷം നമുക്കത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ മുമ്പേ കലണ്ടർ വെച്ച് ഉണ്ടാക്കി വെച്ച ആ ഒരു സ്റ്റെം ഉണ്ടല്ലോ, അതിലേക്ക് നമ്മുടെ ഈ ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുത്തിട്ട് ആദ്യം ചെറുത് വെച്ചിട്ട് സെറ്റ് ചെയ്യും. പിന്നെ വലിപ്പം നോക്കിയിട്ട് ചെറുതിൽ നിന്ന് വലുതിലോട്ട് അങ്ങനെ സെറ്റ് ചെയ്യും. അങ്ങനെ നമ്മുടെ ആർട്ടിഫിഷ്യൽ പ്ലാന്റാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് ഐറ്റമാണിത്. അപ്പോൾ നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന മെറ്റീരിയൽസിൽ നിന്ന് നമുക്ക് നമ്മുടെ വീട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിൽ പറയാം കേട്ടോ. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 പ്ലാന്റാണ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെ 2 പ്ലാന്റിനുള്ള ലീഫാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. 1-2 ലീഫ് ബാക്കി വന്നു, അത് ഞാൻ ചെയ്തില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഇച്ചിരി വെയിറ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇച്ചിരി ഒരു ഗ്ലാസ് ബോട്ടിലോട്ടാണ് ഞാൻ സെറ്റ് ചെയ്യണത്. അപ്പോൾ ഗ്ലാസ് ബോട്ടിൽ നേരത്തെ ഇവിടെ ഇരുന്നതായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാനിതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് മുന്നേ കേക്ക് ബോക്സ് ആയിരുന്നു, കലണ്ടറുമായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ഐറ്റമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.